ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുസ്തകങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവും. അങ്ങനെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവസാനം വായിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ടാണ്. പുസ്തകം അഖിൽ പി ധർമ്മജൻ്റെ ഓജോ ബോർഡ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2024 ജനുവരിയിലാണ് ഞാൻ അഖിൽ പി ധർമ്മജൻ്റെ തന്നെ റാം കെയർ ഓഫ് ആനന്ദി വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കൃത്യം 1 വർഷം എടുത്തു ഈ ഒരു പുസ്തകം എൻ്റെ കയ്യിലെത്താൻ വേണ്ടിയിട്ട്. പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പുസ്തകം കയ്യിലെടുത്ത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു വായനക്കാരനും അത് കംപ്ലീറ്റ് ആക്കാതെ തിരിച്ചു വയ്ക്കാൻ തോന്നില്ല. അത്രയേറെ ഭംഗിയായിട്ടാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. നമ്മളൊരു സിനിമ കാണുന്നത് പോലെ അത് ഓരോ വരികളും വായിക്കുമ്പോൾ നമുക്കത് നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതാണ് ആ എഴുത്തുകാരൻ്റെ വിജയം. ഈ പുസ്തകം വായിക്കുന്നതിനിടക്ക് ഒന്ന് പുസ്തകം അടച്ചു വെച്ച് ചുറ്റുള്ള ശബ്ദങ്ങളൊന്ന് വെറുതെ കാതോർക്കുക. അതിലേതെങ്കിലും ഒരു ശബ്ദം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പുസ്തകത്തിലും കഥയിലും അത്രയേറെ മുഴുകിയിട്ടുണ്ട് എന്ന് മാത്രമാണ് അർത്ഥമുള്ളത്. പ്രിയപ്പെട്ട എഴുത്തുകാരാ, ഇത്ര നല്ലൊരു വായനാനുഭവം തന്നതിൽ താങ്കൾക്ക് നന്ദി. പ്രേതങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിനായി കാനഡയിൽ നിന്ന് കേരളത്തിലെത്തിയ മാധ്യമ പ്രവർത്തകൻ അലക്സ് വാടകയ്ക്ക് താമസിക്കാനെടുത്ത വീടിന് ദുർമരണങ്ങളുടെ ഇരുണ്ട ഭൂതകാലമുണ്ട്. മരണങ്ങളെക്കുറിച്ച് കാലങ്ങൾക്കിപ്പുറവും അവശേഷിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അലക്സും കൂട്ടുകാരും ഓജോ ബോർഡിന്റെ സഹായത്തോടെ നടത്തുന്ന യാത്രയാണ് നോവൽ. കയ്യിൽ കുരുക്കുമായി എത്തിയ നിഴൽ രൂപം കണ്ട് നീതുവിനും ഐഷയ്ക്കും സോഫിക്കുമൊപ്പം ഞാനും ജീവന് വേണ്ടി ഓടിയതുപോലെ ശ്വാസം അടക്കി പിടിച്ച് മരണം മുന്നിൽ കണ്ട നിമിഷങ്ങൾ. ചോരമണക്കുന്ന അകത്തളങ്ങൾ, കുട്ടിയടക്കപ്പെടുന്ന വാതിലുകൾ, ചുറ്റുമുള്ള അന്ധകാരത്തെ പേടിപ്പെടുത്താൻ ഇടിമിന്നലോട് കൂടിയ പേമാരി, ആടിയുലയുന്ന മെഴുകുതിരിനാളങ്ങൾ, ചോര ചുവപ്പുള്ള കണ്ണുകൾ തുറക്കുന്ന ശരീരമില്ലാത്ത ആത്മാക്കൾ. ആരാണ് മരണപ്പെട്ടവർ? എന്താണ് പിന്നീട് സംഭവിച്ചത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായി അലക്സും കൂട്ടരും കണ്ടെത്തിയ മാർഗമാണ് ഓജോ ബോർഡ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ലോകം അറിയാത്ത ദുർമരണങ്ങളുടെയും അവയ്ക്കു പിന്നിലെ കാരണങ്ങളുടെയും ചുരുളുകൾ ഇവിടം മുതൽ അഴിയുകയാണ്. പുതിയൊരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നോവൽ അവസാനിപ്പിക്കുമ്പോൾ ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നേക്കാം. ആരാണവൾ? എന്താണ് അവൾക്ക് സംഭവിച്ചത്? ഇതറിയാനുള്ള കാത്തിരിപ്പ് ഇവിടം മുതൽ ആരംഭിക്കുകയാണ്.